ഗൈസ്, ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആണ്. കുറേ ആയി ഗൈസ് നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടൊന്ന് വർക്ക് ചെയ്യണം. എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. നമുക്കൊന്ന് പോയിട്ട് വർക്ക് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് പൈസ ഇട്ടുള്ളൂ. നമ്മുടെ ഗായനെ കൂട്ടണ്ടേ? ഗായ്ക്കും വേണ്ടേ ഭക്ഷണം, അല്ലെങ്കിൽ ഇപ്പം ചത്തുപോലെ ഗൈസ്. അപ്പോൾ വിഷുവിന് ഈസ്റ്ററിനൊക്കെ ഞാൻ സ്പെഷ്യൽ വീഡിയോസ് ഇടണമെന്ന് ഇരിക്കുകയായിരുന്നു ഗൈസ്, പക്ഷെ അത് പറ്റിയില്ല. ഇനി പെട്രോൾ പമ്പ് ഷോറൂം എടുക്കണമെന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ചിലപ്പോൾ അടുത്ത വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ 2-3 വീഡിയോസ് ഇട്ടിട്ടായിരിക്കും അത് ഇടുക. അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഗൈസ്. നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്താണ് എന്തെങ്കിലും സോറി ചേട്ടൻ പോയിക്കോ. എന്താണ് സംഭവം എന്ന് അറിയാൻ ചേട്ടൻ ഇടിക്കേണ്ടതായിരുന്നു ഗൈസ്. അയാളെ ഞാൻ എന്തിനാണെന്ന് ചേട്ടത്തെ വിളിച്ചത്. മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ ജയിലത്തെ ഗുണ്ടകൾ അവരെ തുറന്നു അന്നത്തെ ദിവസം ജയിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പോയി പൊട്ടന്മാരാണ് ഗൈസ്. പൊട്ടന്മാരാണ് ഗൈസ്. അവർക്ക് തല്ലുകൂടാൻ മാത്രമേ ബുദ്ധിയുള്ളൂ. പറയാൻ പറ്റില്ലല്ലോ ഗൈസ്. നമ്മളൊരു ബുദ്ധിജീവിയും അല്ലല്ലോ ഗൈസ്. അപ്പം നമുക്കിന്ന് പോയിട്ട് ബെന്നിനോട് ചോദിക്കാം. ബെന്നെ കേസുണ്ടോ? അവിടെ വെച്ചിട്ടുണ്ട് സാറേ. അലമാരയിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയണത് അവൻ. അപ്പോൾ ഗൈസ് കേസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാർക്കിയുടെ തൊട്ടടുത്തല്ലേ, അവിടെ ഒരു കൂട്ടം ഗുണ്ടകൾ ബസ്സിൽ വന്നിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. നമുക്ക് ചെന്ന് നോക്കട്ടോ ഗൈസ്. ഇപ്പോൾ ഗൈസ് പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് ഗൈസ് പ്രശ്നം. ഞാൻ എന്താണെന്ന് നോക്കട്ടെ. റൈറ്റ്സൊക്കെ കിട്ടിയിട്ടോ ഗൈസ്. നമുക്ക് ഗണ്ണെടുക്കാനുള്ള റൈറ്റ്സ് നമ്മുടെ ഗണ്ണെടുത്തിട്ട് പോവാം ഗൈസ്, അല്ലെങ്കിൽ പ്രശ്നം. നിങ്ങളെന്താ ഇങ്ങോട്ട് നീക്കി നിൽക്കണം? എന്താ പ്രശ്നം സാറ്? ഇവന്മാൻ എൻ്റെ വണ്ടിയും എൻ്റെ കയ്യിലുള്ള പണവും തരാൻ പറയുക. ആളുള്ളൊരു വണ്ടിയാണ് സാറേ. നിങ്ങൾക്ക് അവനെ പരിചയമുണ്ടോ? ആ സാധനം എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നു. പെട്ടെന്ന് ഗുണ്ടകളുടെ അടുത്ത് പെട്ടെന്ന് ഭീഷണിപ്പെടുത്തുക. ഓ, നീ ആരോടെ ഭീഷണിപ്പെടുത്താൻ? എന്താണ് കല്ലുള്ളതുണ്ട? റൈറ്റ്സൊക്കെ കിട്ടി, അതിന് നീ ചാടിയിട്ട് വരില്ല. ഓ, തല്ല് തുടങ്ങിയോ? തല്ലിക്കോട വട എല്ലാത്തിനും ഞാനൊരു വഴിയേക്കും. നിങ്ങളൊന്ന് പോടാ നീ എന്നെ കൈ കൊണ്ട് ചിലവർ ബാറ്റും കൊണ്ടാണ് തല്ലാൻ വരുന്നത്. മഴ പെയ്യാൻ തുടങ്ങി. 2 ആൾ ഇടിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരാൾ കൂടി ഉണ്ടല്ലോ. നീ നിർത്തിയിട്ടട നിൻ്റെ തളപ്പ്. നിന്നെ ഞാൻ കൊല്ലണം. ഇവൻ ചാവണില്ലല്ലോ ഗായ്സ്. ഓക്കെ ഗായ്സ്, ഡോ നീ വണ്ടിയുടെ വീട്ടിൽ പോയി പറയാം. നീയും ജീപ്പിൽ കയറിക്കോട്ടെ മോനെ. അപ്പോൾ ഗായ്സ് നമ്മളെല്ലാത്തിനും ജീപ്പിലേക്കുണ്ട്. നീ എല്ലാത്തിനും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇടണം ഗായ്സ്. പോലീസിനെ ഹെൽപ്പ് ചെയ്യാമെന്നതാണ് ഗായ്സ്. അവരെല്ലാവരും വരുന്നുണ്ട് കേട്ടോ ഗൈസ്, പോലീസൊക്കെ. നമ്മൾക്ക് ഇനി പിന്നെ വേഗം പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പിന്നെ അറസ്റ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് കേട്ടോ ഗൈസ്. അവരോട് ഞാൻ പോകാൻ പറഞ്ഞു. അവർ ഫസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയൊക്കെ ഞാൻ മറന്നുപോയി, കാരണം കുറേ ഗൈസ് വീട്ടിൻ്റെ പുറത്ത് തന്നെ ഇറങ്ങിയിട്ട്. വീണ്ടും നമ്മൾ ഇവിടെ തന്നെ എത്തിയ. ഈ വണ്ടി നോക്കി ഓടിക്കടാ. പറക്കണ്ട. ഒരു ദിവസം ഞാൻ അറസ്റ്റ് ഗൈസ്. അപ്പം നമുക്ക് വഴി തെറ്റിയതാണ് കേട്ടോ ഗൈസ്. ആ വഴി എന്തായാലും ഞാൻ മറന്നുപോയി. ഇനി ഈ വഴി തന്നെ പോവാം. എവിടെ ഗൈസ്? അയ്യോ സോറി ഗൈസ്, വഴി തെറ്റിപ്പോയി. ഇത് കൂടെയല്ല, അതിൽ കൂടെയാണ്. ഞാനെന്തൊരു മണ്ടനാണ് ഗൈസ്. എനിക്കെന്ത് ഇത്രയും മണ്ടനാണോ ഞാൻ? അതിൽ കൂടെ തന്നെ ഗൈസ് വേണം വഴി.
ഞാൻ വേഗം പോട്ടെ. ഞാൻ മാപ്പ് നോക്കട്ടെ കേട്ടോ ഗൈസ്. പോലീസ് സ്റ്റേഷൻ ഇരിക്കൂടെ തന്നെയാണ് ഗൈസ്. ഞാനിത് പെട്ടെന്ന് കണ്ടപ്പോൾ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്താറായിട്ടോ ഗൈസ്. എന്താ ഗൈസ് എത്തിയിട്ടോ ഗൈസ് നമ്മൾ. മോനെ ലോറി ഇടിച്ചത് തന്നെ. ലോറി ഡ്രൈവേഴ്സിനൊക്കെ ഒരു വാണിംഗ് കൊടുക്കണം. കാരണം ഇപ്പം ഞാനല്ലേ ഗൈസ് ഇവിടുത്തെ ബോസ്. മില്യണയറും ഞാനാണ് ഗൈസ്. ഞാൻ എന്തൊരു ഭാഗ്യശാലിയാണ് ഗൈസ്. ഷിൻചാനും നമ്മുടെ ഫെലിക്സും വീട്ടിൽ തന്നെയുണ്ട് ഗൈസ്. എല്ലാത്തിനും ജയിലിലാക്കട്ടെ. ഇറങ്ങടാ. അപ്പോൾ ഗൈസ് എല്ലാത്തിനെയും ജയിലിലാക്കുന്നുണ്ട്. എന്താ ഞാൻ കാണിച്ചു തരാട്ടോ ഗൈസ്. ഇപ്പം രണ്ടാൾ ഇതാട്ടോ ഗൈസ്. രണ്ടാൾ നമ്മളാക്കിയിട്ടില്ല. ഫസ്റ്റത്തെ ജയിലിന് ഇത്തിരി ഗേറ്റിന് ഇത്തിരി ബലം കുറവാണ്. അപ്പോൾ ഞാനോട് പറയട്ടെ. അപ്പോൾ കേസ് സെറ്റായെങ്കിൽ നീ ആരും പരിഹരിക്കണ്ട. നീ ഇല്ലാന്ന് ഞാൻ വീണ്ടും വരും കേസ് സോൾവ് ആക്കാൻ. കേട്ടോടാ പിന്നെ. ഓക്കെ ബൈ ഗൈസ്. ബൈ സാർ. ഓക്കെ പിന്നെ നീ നല്ലതായിക്കോ. ബൈ സാർ. ഓക്കെ കേസ് സോൾവ്ഡ്. ഇനി അവന്മാരെ 2 മാസം വിട്ടോ. കുറച്ച് കണ്ട് മതി നോക്ക്. ഓക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ബൈ സാർ. ഓക്കെ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇനി പോകണം. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആരും ലൈക്ക്